എന്തോ ഒരു പൈസയാണല്ലേ ഞാൻ ഈ റെന്റൽസിന് വേണ്ടി കൊടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങളും ചിന്തിച്ചിട്ടുള്ള കാര്യമല്ലേ? എല്ലാവരും ചിന്തിക്കാറുണ്ട്. ഈ സമയത്തായിരിക്കും നമ്മളൊരു വീഡിയോ കാണുന്നുണ്ടാവുക. അതിൽ കേൾക്കാൻ നമുക്ക് എന്തിന് ഇത്രയും പണം നമ്മൾ റെന്റലായിട്ട് കൊടുക്കണം, അടയ്ക്കൂ അത് EMI ആയി സ്വന്തമാക്കൂ ദുബായിൽ ഒരു സ്വപ്ന വീട്. ആഹാ, അത് കൊള്ളാലോ പരിപാടി എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഡെവലപ്പർ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡെവലപ്പറിനോട് പറയും, മോനെ കുട്ടാ ഞാൻ എല്ലാം ശരിയാക്കി തരാം, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, പ്രോപ്പർട്ടി റെഡി ആവാനായിട്ട് 2 വർഷത്തെ സമയമുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്റെ ഒരു 80% നീ ആ സമയം കൊണ്ട് അടച്ചാൽ മതി, ബാക്കിയുള്ള ഞാൻ നിനക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരാം. റെന്റ് അടയ്ക്കുന്ന അത്ര പോലും വരത്തില്ല, ചെറിയ എമൗണ്ടല്ലേ വരത്തുള്ളൂ. ചിലർ 80 പറയും, ചിലർ 60 പറയും, ചിലർ 70 പറയും, പലതാണ്. സംഭവമൊക്കെ കൊള്ളാം, നല്ല പരിപാടിയാണ്. പക്ഷെ നമ്മൾ നോക്കുന്നത് എന്താ, ഈ റെന്റൽസിൽ നിന്ന് മാറണം, ആ എമൗണ്ടും സേവ് ചെയ്യണം, കുറച്ച് പൈസ കയ്യിൽ നിന്ന് കൊടുക്കുന്നു, ബാക്കിയുള്ള എമൗണ്ട് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് എന്റെ ഉദ്ദേശം. പക്ഷേ ഈ വെയിറ്റിംഗ് പീരീഡ് വലിയൊരു ചലഞ്ചാണ്. ഒരുപാട് പേര് സ്റ്റക്ക് ആവുന്ന ഒരു പോയിന്റ് ആണിത്. വേറൊന്നുമില്ല, സംഭവം സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിലുള്ള ചെറിയ എമൗണ്ട് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുക, ബാക്കിയുള്ള എമൗണ്ട് EMI ആയിട്ട് അങ്ങ് അടഞ്ഞടഞ്ഞ് പോവുക, റെന്റൽസ് നിന്ന് മാറുക. ഇതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ, നമുക്ക് സംസാരിക്കാം. താഴെ കാണുന്നതാണ് നമ്പർ.